ഗ്ലാസ് ഹാൻഡിൽസ് ചെയ്യുമ്പോൾ ഏത് തരം സ്റ്റഡ് ഉപയോഗിക്കണം, അത് എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ടൈപ്പിൽ ഇതിന് കളേഴ്സ് അവൈലബിൾ ആണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ആകാശ ക്രിസ്ത്യൻ. ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. ഗ്ലാസ് ഹാൻഡിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 ആണ്. പക്ഷെ അതിലും ഉപരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റഡാണ്. ഈ സ്റ്റഡാണ് നമ്മുടെ ഈ ഗ്ലാസിനെ കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്യുന്നതും അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമ്മുടെ സ്റ്റെയറിന്റെ ലെങ്ത്, അതിന്റെ വിഡ്ത്ത്, ആ ഗ്ലാസിന്റെ ഹൈറ്റ്, ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റഡ് ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നോർമൽ സ്റ്റഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു സ്റ്റെയർ കേസിന് ഷേക്ക് വരാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആ ഗ്ലാസ് ബ്രേക്ക് ആവാം. അങ്ങനെയുള്ള പല ഇഷ്യൂസ് അങ്ങനെയുള്ള സ്റ്റെയർ കേസുകൾക്ക് വരാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊന്ന് സ്റ്റഡുകളെ പറ്റി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പിൽ സ്റ്റഡ് ഉണ്ട്, അതിന് ഏതൊക്കെ കളറിൽ യൂസ് ചെയ്യാം, അപ്പൊ അങ്ങനെയാണ്. ഏറ്റവും ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സേഫ്റ്റി സൈഡിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് മോഡലായിട്ട് വരുന്നത് SS ഫിനിഷിലുള്ള സ്റ്റഡാണ്. ഈ ഒരു സ്റ്റഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ത്രെഡ് റാഡ് ഇടാനുള്ള പോർഷൻ ഉണ്ട്, അതേപോലെ തന്നെ ആങ്കർ ബോൾട്ട് ചെയ്യാനുള്ള പോർഷൻ വരുന്നുണ്ട്. ത്രെഡ് റാഡ് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു റാഡ് ഉണ്ടാവും. ഈ റാഡ് നമുക്ക് വാളിലേക്ക് കെമിക്കലിൽ ഫിക്സ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്കിട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്ട്ലി നമുക്ക് ആങ്കർ ബോൾട്ട് ത്രൂ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നോർമൽ നമുക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡാണ്. ഇത് ഏകദേശം ഒരു 5 സെന്റിമീറ്ററോളം വരുന്നുണ്ട്. ഓരോ സൈറ്റിനനുസരിച്ച്, ആസ്പദ സൈറ്റിനനുസരിച്ച് ഇതിന്റെ ഹൈറ്റ് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ സ്റ്റഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് കൂടുതലാണ്. ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. കാരണം അത് ഓരോ സ്റ്റഡിനെ ഡിപ്പെൻഡ് ആണ്. ഓരോ സൈറ്റിനെയും ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഓരോ സ്റ്റഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നോർമലി നമുക്കൊരു 3 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ ഒക്കെ വരികയാണെങ്കിൽ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റഡ് തന്നെ നമുക്ക് കൊടുത്താൽ മതിയാവും. പക്ഷെ ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഗ്ലാസിന്റെ വെയിറ്റും അതിന്റെ റേഷ്യോയ്ക്കും കറക്റ്റ് ആനുപാതികമായിട്ട് വേണം നമ്മൾ സ്റ്റഡ് കൊടുക്കാൻ. എന്നാൽ മാത്രമാണ് നമുക്കതിന് ആ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ലാൻഡിങ് ഏരിയകൾ വരുമ്പോൾ സിക്സാഗ് കൊടുക്കുക എന്ന് പറയും. അതെല്ലാം ഗ്ലാസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള സിസ്റ്റംസ് കൊടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് എടുക്കുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. രണ്ടാമത്, മാർക്കറ്റിൽ ഈ ഒരു സ്റ്റഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 300 രൂപ, 350 രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു സ്റ്റഡ് എന്ന് പറയുന്നതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആ ഒരു പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി 304 സോളിഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഇത് അഴിക്കുന്ന സമയത്തൊക്കെ കാണാം, ഇത് ത്രെഡ് അവിടെ കാണാം. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം ഇത് കംപ്ലീറ്റ്ലി 304 സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. കാരണം ഇത് സോളിഡ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് വീടിനകത്തല്ലേ, എന്തിനാണ് നമ്മൾ 304 യൂസ് ചെയ്യുന്നത്, നമുക്ക് 202 പോരെ ചെയ്യുന്നത്. ഒരിക്കലും പോരാ, 304 തന്നെ യൂസ് ചെയ്യണം. കാരണം വീടിനകത്തായതുകൊണ്ട് നനയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും ഈ സ്റ്റഡിൽ മോർണിംഗ് സമയത്തൊക്കെ ഈർപ്പം കിട്ടും. അതായത് മുകളിലൂടെയൊക്കെ ഈർപ്പം, അത് ശരിക്കും അത് നമുക്ക് കാണാൻ പോലും പറ്റൂല ആ ഈർപ്പം. അങ്ങനെ ആ ഈർപ്പം നിന്ന് ഫ്യൂച്ചറിലേക്ക് അതെന്തായി മാറും, തുരുമ്പായി മാറും. ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ തുടച്ചു ഒക്കെ പോകുമല്ലോ. അങ്ങനെ തുടക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പറ്റിയാൽ മതി തുരുമ്പെടുക്കാനായിട്ട്. അപ്പൊ പലപ്പോഴും മാർക്കറ്റിൽ അങ്ങനെയുള്ള സ്റ്റഡുകളും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റഡ് എടുക്കുന്ന സമയത്താണെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉപയോഗിക്കുന്ന സ്റ്റഡ് 304 സോളിഡ് ആണോ എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 5 മന്ത്സ് കഴിയുന്ന സമയത്ത് ഇതിന്റെ കോട്ടിംഗ് പോവും, ഓട്ടോമാറ്റിക്കലി അവിടെ തുരുമ്പ് വരും. ചെറിയൊരു കോസ്റ്റ് ലാഭിക്കാനായിട്ട് നമുക്ക് വലിയൊരു കോസ്റ്റ് പിന്നീട് അത് മാറ്റാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് എത്ര ഹൈറ്റിലേക്കും കയറ്റാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതേ സാധനം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിന്റെ മുകളിൽ നമ്മളൊരു ടോപ്പ് റെയിൽ സെറ്റ് ചെയ്തു, ആ റെയിൽ പൊളിച്ച് ഇത് തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ ആ റെയിൽ എടുത്ത് ആ ഗ്ലാസ് ഊരി ഈ സ്റ്റഡ് മാറ്റണമെങ്കിൽ എത്രത്തോളം കോസ്റ്റ് നമ്മൾ വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്റ്റഡ് എന്ന് പറയുന്നത് 304 സോളിഡ് മാത്രം യൂസ് ചെയ്യുക. അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ വീടൊക്കെ ഹൗസ് വാമിംഗ് എല്ലാം കഴിയുന്ന സമയത്ത് വീട് നമ്മൾ കെമിക്കൽ വാഷ് ചെയ്യാറുണ്ടാവും. ഒരിക്കലും നമ്മൾ 304 കെമിക്കൽ വാഷ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം പലപ്പോഴും കെമിക്കൽ വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ തുരുമ്പല്ല, പക്ഷെ അതുപോലെ ഒരു കറ പിടിക്കാറുണ്ട്. പലപ്പോഴും അവർ പറയും അത് തുരുമ്പാണ്, അവരുടെ ഹാർവെസ്റ്റ് ക്വാളിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ടല്ല, അത് ആ കെമിക്കൽ വാഷ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ബാത്റൂമിലെ ആക്സറീസ് ഒക്കെ ആണെങ്കിൽ പോലും ഈ കെമിക്കൽ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പല്ല, ആ ഒരു കറ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കെമിക്കൽ വാഷ് നമ്മൾ എത്ര ജനറൽ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക്
ഓരോ സ്റ്റഡ് എന്ന് പറയുന്നതും ഓരോ പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു സ്റ്റഡിന്റെ സൈസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു സൈസ് ഡിഫറൻസ് കാണും. ഇതൊക്കെ നമുക്ക് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് അതിന്റെ ലെങ്ത് ആൻഡ് വിഡ്ത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതിനകത്ത് നമുക്കൊരു ലാമിനേറ്റഡ് ഗ്ലാസ് വരെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയത്ത് ഈ സ്റ്റഡിലാണെങ്കിൽ നമുക്ക് ലാമിനേഷൻ ഗ്ലാസ് വരെ അത് ഇത്ര ഒരു ചെറിയ സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ ചെയ്യാനായിട്ട് പറ്റുക. ഇതിലാകുമ്പോൾ നമുക്ക് വലിയ സൈസ് ലാമിനേഷൻ ഗ്ലാസ് വരെ നമുക്ക് ഈ ഒരു സ്റ്റഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻലി സ്റ്റഡിൽ വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റഡുകളാണ്. ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയത് വരുന്നുണ്ട്. അതൊക്കെ ഓരോ സൈറ്റിന് ഡിപ്പെൻസ് ആണ്. കാരണം ലാൻഡിങ് ഏരിയയിലൊക്കെ നമ്മൾ ചിലപ്പോൾ മാർബിളൊക്കെ ഇടുന്ന സമയത്ത് 1 സെന്റി പുറത്തേക്ക് പ്രൊജക്ഷൻ ഇടേണ്ടിട്ട് ചിലപ്പോൾ 3 സെന്റിയൊക്കെ പ്രൊജക്ഷൻ ഇടുന്നവരുണ്ട്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റഡ് കൊണ്ടായിട്ട് അവിടെ വെക്കാൻ പറ്റില്ല. ഇത് വെക്കുന്ന സമയത്ത് ഇത് തന്നെയുണ്ട് 2.5 സെന്റി, അത് തന്നെ അതിനകത്ത് പോയില്ലേ. അപ്പൊ നമ്മളിവിടെ കുറച്ചുകൂടെ ലെങ്ത് കൂടിയ സ്റ്റഡുകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ടൈപ്പ് സ്റ്റഡുകളാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെവിടെയാണ് കൂടുതലും യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റഡ് കണ്ടല്ലോ, ഇതിന്റെ സെയിം പർപ്പസ് തന്നെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിൽ കിട്ടുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ലുക്കോ ഭംഗിയോ ചിലപ്പോൾ നമുക്ക് ഇതിൽ കിട്ടണമെന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൊണ്ടുവരുന്നത്. സ്ട്രെങ്ത് കൊണ്ടുവരാൻ മീൻസ് നമുക്കൊരു വലിയ ഏരിയ എല്ലാം ഗ്ലാസ് ചെയ്യാനായിട്ട് വരികയാണ്, അത് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അത് വലിയ ഏരിയ ലാമിനേറ്റഡ് ഗ്ലാസ്സുകളാണെങ്കിൽ മാത്രം മതി. ഇല്ല നമുക്ക് ചെറിയ ഏരിയ ആണ്, നോർമൽ ആയിട്ടുള്ള ഹാൻഡ് റൈൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റഡുകൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും പോർഷൻ നമ്മുടെ ഭിത്തിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റിനകത്തേക്കാണ് ഇത് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കലിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. കെമിക്കൽ ആദ്യം നമ്മൾ ഹോള് ചെയ്യുന്നത് 12 അല്ലെങ്കിൽ 15 mm ഹോള് ചെയ്യുന്നു. അതിലേക്ക് 12 അല്ലെങ്കിൽ 10 mm റോഡാണ് നമ്മൾ ഇതിലേക്ക് അടിച്ചു കയറ്റുന്നത്. അതിനുശേഷം അത് ഫിക്സ് ആയി കഴിഞ്ഞ ശേഷം ഇതോടെ പെർമനന്റ് ആണ്. അതിനുശേഷം നമ്മൾ ഇത് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസ് വരെ ചെയ്യാൻ പറ്റും. അതായത് ഹൈലി സ്ട്രെങ്തൺ ആണ്. അതേപോലെ തന്നെ ഈ ത്രെഡ് റാഡ് തന്നെയാണ് കൂടുതലും നമ്മൾ ഈ സ്റ്റഡുകളൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. ആങ്കർ ബോൾട്ട് യൂസ് ചെയ്യാറുണ്ട്, എസ്എസിന്റെ ആങ്കർ ബോൾട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ത്രെഡ് റാഡ് യൂസ് ചെയ്യാറുണ്ട്. ത്രെഡ് റാഡ് എവിടെയൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ലാൻഡിങ്സും ഒക്കെ അല്ലെങ്കിൽ സ്റ്റെയറിന്റെ സൈഡൊക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കോൺക്രീറ്റിൽ തന്നെ പൊള്ള വരാറുണ്ട്. അങ്ങനെ പൊള്ള വരുന്ന സമയത്ത് നമ്മൾ ആങ്കർ ബോൾട്ട് ചെയ്ത് അതിന് ഇളകിപ്പോയി, അതിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഇട്ട ഹോളിനകത്തേക്ക് നമ്മൾ കെമിക്കൽ ഫില്ല് ചെയ്യും. നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു സിലിക്കോൺ ട്യൂബുകളുണ്ട്. ഇത് നമ്മളൊരു വീഡിയോ നമ്മൾ കാണിച്ചു. അങ്ങനത്തെ ട്യൂബിനകത്ത് നമുക്ക് കെമിക്കൽ അവൈലബിൾ ആണ്. അത് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ത്രെഡ് റാഡ് നമ്മൾ അതിനകത്ത് അടിച്ച് കയറ്റി കഴിയുമ്പോൾ ഇതവിടെ സെറ്റായി നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ത്രെഡ് റാഡുകൾ സെറ്റ് ചെയ്യാറ്. പലപ്പോഴും സൈറ്റുകളിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ് അങ്ങനെയുള്ളത്. അപ്പോൾ അത് മെയിനായിട്ടൊന്ന് നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസുകൾ വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റഡുകളിലും ഇതുപോലെ വാഷറുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടുന്ന സ്റ്റഡിനും ഇതേപോലെ വാഷറുകൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം ഒരിക്കലും നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ പാർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പാർട്ടോ സോളിഡ് ആയിട്ടുള്ള പാർട്ടുമായിട്ട് ടച്ച് വരാനായിട്ട് പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്തും കാണാം ഇതിന് നടുക്ക് ഒരു വൈറ്റ് വാഷർ വരുന്നത്, നൈലോണിന്റെ വാഷറാണ്. ഈ വാഷർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലേക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഓവറായിട്ട് ടൈറ്റ് ആവാതിരിക്കാനും ചെറിയ ജെർക്കിങ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ ഒരു എന്താ പറയുക ഒരു റബ്ബർ ബീഡിങ് എന്ന രീതിയിൽ അതിനെ ആക്ട് ചെയ്ത് നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൈലോൺ വാഷേഴ്സ് ഇടുന്നത്. തീർച്ചയായിട്ടും ഈ വാഷേഴ്സ് വേണം, വെരി മസ്റ്റ് ആണ്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ എന്താ പറയുക ഒരു ഭൂമി ഉൽക്കം വരിക, ആലയം മെയിൻ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ജെർക്കിങ് വരിക, അങ്ങനെയൊക്കെ വൈബ്രേഷൻസ് വരുന്ന സമയത്ത് ഇതിനകത്താണ് ഗ്ലാസ് ഇരിക്കുന്നതെങ്കിൽ ഇതിനകത്തൊരു ഷെയ്ക്ക് ഉണ്ടാവും, ഇതിനകത്തൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷനിൽ ഇത് ഡയറക്റ്റ്ലി ഇതേപോലത്തെ മെറ്റലിലേക്കാണ് ചെന്ന് മുട്ടുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നൈലോൺ വാഷുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഗ്ലാസ് നിങ്ങളുടെ അടുത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസും താനെ പൊട്ടില്ല. അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ ഒരു ഗ്ലാസ് പൊട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്ലാസ് എങ്ങനെയാണ് പൊട്ടിയത് എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വാറന്റി ക്ലെയിമിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ചെക്ക് ചെയ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വാഷറുകൾ പ്രോപ്പറാണോ, സിലിക്കോൺ പ്രോപ്പറാണോ, പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ആണോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആങ്കർ ബോൾട്ട് ചെയ്ത സമയത്ത് ഷേക്ക് ഉണ്ടോ, സ്റ്റഡിന് സ്ട്രെങ്ത് ഇല്ലാത്ത ഏരിയയിലാണോ ചെയ്തത്, അവിടെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആങ്കർ ബോൾട്ട് ഇട്ട് തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് ചെക്ക് ചെയ്യപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അത് മാക്സിമം സ്ട്രെങ്ത്തിൽ തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ കളേഴ്സാണ്. ഇതിന്റെ കളേഴ്സ് എന്ന് പറയുന്നതെല്ലാം നമുക്ക് വരുന്നത് ആക്ച്വലി PVD പൗഡർ കോട്ടിങ്ങിലാണ്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ റോസ് ഗോൾഡ് വന്നിട്ടുണ്ട്,
റോസ് ഗോൾഡിന്റെ ഒക്കെ ഒരു ഷേപ്പ്. ഇതെല്ലാം ഈ കളേഴ്സ് എല്ലാം വരുന്നത് ആക്ച്വലി നമ്മുടെ വീടിന്റെ ഇന്റീരിയർ പർപ്പസുമായിട്ടാണ്. നമ്മുടെ വീടിന്റെ എന്താണോ ഇന്റീരിയർ അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള സ്റ്റഡിന്റെ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. പലപ്പോഴും നമുക്കിത് എല്ലാ കളേഴ്സും കിട്ടണമെന്നില്ല. പലപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. സോ നേരത്തെ ബുക്ക് ചെയ്യുമ്പോഴും മാത്രമാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ പൗഡർ കോട്ടിങ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക്കൽ പൗഡർ കോട്ടിങ്സ് ചെയ്യാതിരിക്കുക. കാരണം ലോക്കൽ പൗഡർ കോട്ടിങ്സ് ചെയ്യാതിരിക്കുക മീൻസ് വാറണ്ടിഡ് ആയിട്ടുള്ള പൗഡർ കോട്ടിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അതായത് അവർ നിങ്ങൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അല്ലാത്ത കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുക PVD പൗഡർ കോട്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അത് പൊളിഞ്ഞു പോവുക, ഫെയ്ഡ് ആവുക, അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇതിപ്പോൾ നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡാണ്, ഗ്ലോസി ഫിനിഷ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഗോൾഡന്റെ തന്നെ നമ്മുടെ വീടിനകത്തൊക്കെ ഒരുപാട് ഗോൾഡ് ഫിനിഷ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗോൾഡിന്റെ തന്നെ ഒരു മാറ്റ് ഫിനിഷ്, ഇതിന്റെ തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ രീതിയിലുള്ള കളേഴ്സ് ആണ്. പിന്നെ അത് കൂടാതെ ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്കിൽ നമുക്ക് ഗ്ലോസി ഫിനിഷ് ഉണ്ട്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വുഡൻ ഫിനിഷ് ആണ്. വുഡൻ ഫിനിഷ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വരുന്നത് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് PVD പൗഡർ കോട്ടിങ് സ്റ്റഡിൽ വുഡൻ ഫിനിഷ് ആണ് വരുന്നത്. അതായത് തേക്കിന്റെ അതേ ഗ്രെയിൻസ് ഒക്കെ തന്നെ വരച്ച് വരുന്ന സ്റ്റഡുകൾ PVD പൗഡർ കോട്ടിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീടിന്റെ ഇന്റീരിയറിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ വീടിന്റെ ഇന്റീരിയറിൽ ഒരുപാട് വുഡൻ ഫിനിഷ് വരുന്നുണ്ട്, വിനീറൊക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടൈപ്പ് സ്റ്റഡുകൾ യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം നമുക്ക് നൈലോൺ വാഷുകൾ വരുന്നുണ്ട്. നൈലോണിന്റെ കളർ എന്തായാലും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷെ ഈ നൈലോൺ അങ്ങനെ എടുത്തറിയുന്ന ഒന്നല്ല ആക്ച്വലി. കാരണം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് അറിയില്ല. ഇപ്പോൾ ബ്ലാക്കിലേക്ക് പോകുന്ന സമയത്ത് ബ്ലാക്ക് നൈലോൺ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ SS ഫിനിഷിലേക്ക് പോകുമ്പോഴും ഈ ഒരു ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതുപോലെ വുഡൻ ഫിനിഷിൽ പോകുമ്പോഴും വൈറ്റ് ആണ് വന്നിരിക്കുന്നത്, നൈലോൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും പെട്ടെന്ന് എടുത്തറിയുന്ന ഒന്നല്ല. പിന്നെ ആക്ച്വലി നമ്മൾ പറഞ്ഞ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഇത് നമുക്ക് ആക്ച്വലി PVD പൗഡർ കോട്ടിങ്ങിൽ അവൈലബിൾ അല്ല. തീർച്ചയായും നമ്മളിത് കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ആവശ്യമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ടൈം പീരീഡ് ആവശ്യമുണ്ടാവും. ഇത്രയൊക്കെയാണ് നമുക്ക് സ്റ്റഡിൽ തീർച്ചയായിട്ടും വരുന്നത്. എപ്പോഴും നമ്മൾ കൂടുതലും ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റഡ് എന്ന് പറയുന്നത് 304 SS സോളിഡ് ആണെന്നുള്ള അഷുറൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റെയർ കേസിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള സ്റ്റഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സ്റ്റഡാണ് നിങ്ങൾക്ക് ലെങ്ത് കൂടുതൽ ഏരിയ ആണെങ്കിൽ സ്റ്റഡിന്റെ എണ്ണം കൂട്ടണമോ, അല്ലെങ്കിൽ സ്റ്റഡിന്റെ വലിപ്പം കൂട്ടണോ, അല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ടൈപ്പ് സ്റ്റഡുകൾ യൂസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളിൽ ഫൈനലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്റ്റെയർ കേസ് ലോങ് ലാസ്റ്റ് ചെയ്യും. അതിൽ ഗ്ലാസ് ബ്രേക്കേഴ്സ് ഉണ്ടാവില്ല, ഷേക്കുകൾ ഉണ്ടാവില്ല. ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാലങ്ങളിലേക്ക് അത് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നമ്മളോട് പരിചയപ്പെട്ടത് ഗ്ലാസ് ഹാൻഡ്ബാഗുകളെ പറ്റിയല്ല, ഗ്ലാസ് ഹാൻഡ്ബാഗുകൾ ചെയ്യുന്ന സമയത്ത് ഏത് തരത്തിലുള്ള സ്റ്റഡുകൾ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതേപറ്റി ഒരു ഐഡിയ കിട്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഗ്ലാസ് ഹാൻഡ്ബാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കളേഴ്സുകൾ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.